ഒരു കാര്യം പറയേണ്ടത്, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ ഏത് വൈദ്യശാസ്ത്ര ശാഖയാവട്ടെ, നമ്മൾ രോഗനിർണയം നടത്തുന്നതും രോഗിയുടെ ചികിത്സയ്ക്ക് ശേഷം ചികിത്സയുടെ ഗുണം പരിശോധിക്കുന്നതും ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ലബോറട്ടറി സംവിധാനം റയറായിട്ട് എല്ലാ രോഗികളെയും നമ്മൾ തലവേദനയായിട്ട് വരുന്ന എല്ലാവരെയും നമ്മൾ സ്കാനിങ്ങിന് വിടാറില്ലല്ലോ. അപ്പോൾ അത് അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ വിടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ചൂഷണത്തിന് വിധേയമാക്കുന്നതിൽ നിന്ന് തടയാനാണ് ശാസ്ത്രം. ഇപ്പോൾ പല സ്ഥലത്തും നടക്കുന്ന ചൂഷണമാണ്. നിസ്സാര പ്രശ്നങ്ങളായിട്ട് വരുന്നതിനെ മുഴുവൻ പരിശോധനയ്ക്ക് വിടുന്നു. പല താല്പര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ ചികിത്സ, ഞാൻ പറഞ്ഞില്ല, ഈ റിസർച്ച് നടക്കുന്നത് മുഴുവൻ ഗോപ്യമാണ്. അതാരും പുറത്തറിയുന്നില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ നടക്കുന്ന റിസൾട്ടിൻ്റെ ഇതെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. കമ്പനികൾ അവർ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ഏരിയ സെലക്ട് ചെയ്ത്, ഒരു പോപ്പുലേഷൻ സെലക്ട് ചെയ്ത് മരുന്ന് കമ്പനി പഠനം നടത്തും. ആ മരുന്ന് ഗുണമില്ല, അല്ലെങ്കിൽ ആ വാക്സിൻ ഗുണമില്ലെങ്കിൽ അവർ പുറത്ത് വിടില്ല, ആ റിസൾട്ട് പുറത്ത് വിടില്ല. അപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നു. ഇപ്പോൾ മോളിക്യൂൾസിനെ ഡെവലപ്പ് ചെയ്യാനാണ് പഠനം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വലിയ വ്യവസായം ആരോഗ്യമാണ്, ഏറ്റവും വലിയ കമ്പോളം അത് തന്നെയാണ്. അപ്പോൾ അതിൽ റിസർച്ച് നടക്കുന്നു. എങ്ങനെ എനിക്ക് ഒരു പുതിയ രോഗം വന്നാൽ അതിൽ നിന്ന് ലാഭം കൊയ്യാന്നാണ് കമ്പനികളുടെ. അപ്പോൾ ഈ റിസർച്ച് മുഴുവൻ ഫണ്ട് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അവിടെയാണ് ചൂഷണം. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്താ ഭക്ഷണത്തിൽ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്നത് കല്ലുപ്പല്ലേ. അയഡൈസ്ഡ് ഉപ്പ് പ്രചാരത്തിൽ വന്നത് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷേ നാട്ടിൽ ഗോയിറ്ററിൻ്റെ എണ്ണം പണ്ടാണോ കൂടുതൽ ഇപ്പോഴാണോ? നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. ഏറ്റവും കൂടുതൽ ഗോയിറ്റർ പേഷ്യൻസ് ഇഷ്ടംപോലെ വരുന്നു. അയഡൈസ്ഡ് ഉപ്പിന് ഗോയിറ്റർ ഇല്ലാതാക്കാൻ സാധിക്കില്ല, ഇപ്പോഴല്ലേ ഇല്ലാതിരിക്കണ്ടേ. അത് ഉപയോഗിക്കാത്ത ആ കാലത്ത് ഇതിൽ കുറവായിരുന്നു. ഇപ്പോൾ കോളിഫ്ലവർ കഴിച്ചാൽ ഗോയിറ്റർ, അതിനകത്ത് വസ്തുതയുണ്ട്. കോളിഫ്ലവറിലും കാബേജിലും ഒക്കെ ഗോയിട്രോജൻസ് ഉണ്ട്. ഈ കോളിഫ്ലവർ കൃഷി ചെയ്യുന്നത് മൊൺസാൻറ്റോ എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ കൃഷി ചെയ്യുന്നു. അവർ തന്നെ അയഡൈസ്ഡ് സോൾട്ട് ഉണ്ടാക്കുക. ഗോയിറ്റർ ഉണ്ടാക്കുന്നത് ഒരു കമ്പനി, അത് ചികിത്സിക്കാൻ ഉപ്പുണ്ടാക്കുന്നത് അതേ കമ്പനി. കാരുണ്യ ഫാർമസിയിലൂടെ സർക്കാർ കൊടുക്കുന്ന ഒരു ഗുളികയ്ക്ക് 3 പൈസയെ അവിടെ വിലയുള്ളൂ എങ്കിൽ ഇതേ സാധനം നിങ്ങൾ മെഡിക്കൽ മരുന്ന് കടയിൽ നിന്ന് വെളിയിൽ നിന്ന് വാങ്ങി 3 രൂപയാവും. ഈ മരുന്ന് കടക്കാരൻ്റെ ലാഭവും രാഷ്ട്രീയക്കാർക്ക് കൊടുക്കേണ്ട അവരുടെ വിഹിതവും ഇടയ്ക്കുള്ള കുറേ കാര്യങ്ങളോട് ചേർത്തിട്ടാണ് ഇവർ കാശെടുക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു രോഗത്തിന് ഒരു മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് പാർശ്വഫലം ഉളവാക്കും, ഇതൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിനനുസരിച്ച് തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹോമിയോപ്പതിയിൽ അത്തരം ഒരു നിർണിതമായ രീതിയില്ല. അതുകൊണ്ടാണ് ഇതിനെ അംഗീകരിക്കാൻ പ്രയാസം. ഹോമിയോപ്പതിയിൽ അതിൻ്റെതായ രീതികളുണ്ട്, ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. അത് അലോപ്പതിയിലുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്, അത്രയും നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഹോമിയോപ്പതിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഒന്നെന്ന് പറഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറയും. ഡോക്ടർ ഹനിമാൻ്റെ കാലം മുതൽ, അദ്ദേഹത്തിൻ്റെ സിങ്കോണ ബാർക്ക് എക്സ്പെരിമെൻ്റ് മുതൽ, രോഗമില്ലാത്ത ആളുകളിൽ ചില വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ രോഗത്തിന് സമാനമായ, പല രോഗങ്ങൾക്കും സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ സിംറ്റംസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും, അതുപോലെ തന്നെ ക്ലിനിക്കൽ പ്രൂവിങ് വേറെ വരുന്നു, ടോക്സിക്കോളജിക്കൽ പ്രൂവിങ്. ഈ 3 സോഴ്സിൽ നിന്നുമുള്ള ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആധികാരിക ഗ്രന്ഥമാണ് ഹോമിയോപ്പതിയിൽ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത്. ഓരോ മരുന്നിന് ഇന്ന ലക്ഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ ഈ മരുന്ന് മതി. അലോപ്പതിയിൽ അവരുടെ ഫാർമക്കോപ്പിയ പോലെയോ അല്ലെങ്കിൽ അതുപോലെ സമാനമായ എന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ അതുപോലെ ഹോമിയോപ്പതിയുടെ ബുക്കാണ് ഹോമിയോപ്പതി മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മരുന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഈ പഠനത്തിലേക്ക് വരുമ്പോൾ, രോഗിയിൽ പരീക്ഷിച്ച ഇതിലേക്ക് വരുമ്പോൾ, നമ്മൾ ഈ പല ഇതിലും ലബോറട്ടറി അല്ലെങ്കിൽ സംവിധാനങ്ങൾ മാത്രം ഇതാക്കിയാൽ പോരാ. ഒരു വസ്തു ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ, ഒരു വസ്തു ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായ മാറ്റങ്ങളുണ്ടാകും. ചിലപ്പം ചില ആൾക്ക് കൂടുതലായിട്ട് ദേഷ്യം വരാം, ചില ആളുകൾക്ക് സങ്കടം വരാം, ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഉറക്കം വരാം, അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാം. ഇതൊക്കെ പിന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തോന്നലുകൾ വരാം, വിശപ്പ് കൂടാം, വിശപ്പ് കുറയാം. ഇതൊന്നും നമുക്കൊരു ലബോറട്ടറിയിലെ ഒരു സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈവൻ സബ്ജക്റ്റീവായ സിംറ്റംസിനെ വരെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ രോഗചികിത്സയിലും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഒരു രോഗി വരുമ്പോൾ ഇപ്പം മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് നമ്മൾ റിപ്പോർട്ട് വരുന്നു. അപ്പോൾ മഞ്ഞപ്പിത്തത്തിനൊരു ചികിത്സയല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രോഗത്തെ നമ്മൾ പൂർണ്ണമായി അവഗണിക്കുന്നു എന്നല്ല പറഞ്ഞത്. അടിസ്ഥാനപരമായി രോഗിക്കാണ്, മഞ്ഞപ്പിത്തമുള്ള ആ രോഗിക്കാണ്. മഞ്ഞപ്പിത്തമുള്ള ഒരു രോഗിക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കില്ല മഞ്ഞപ്പിത്തമുള്ള മറ്റൊരു രോഗിക്ക് കൊടുക്കുന്നത്. മഞ്ഞപ്പിത്തത്തെ തീരെ അവഗണിക്കുന്നു എന്ന് പറയുന്നില്ല, രോഗാണുക്കളെ അവഗണിക്കുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ അവിടെയൊക്കെ പ്രാധാന്യം വരുന്നത് രോഗിക്കാണ്. വളരെ സമഗ്രമായൊരു ചികിത്സാ പദ്ധതിയായി അവതരിപ്പിക്കപ്പെടുകയും വർഷങ്ങളായി തുടരുകയും ഇപ്പോഴും നിരവധി ആളുകൾ അതിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹോമിയോപ്പതി. ഇപ്പോൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഇതിനൊരു ക്വാക്കറി അല്ലെങ്കിൽ കപട വൈദ്യം എന്നാണ് പറയുന്നത്. സോവിയറ്റ് യൂണിയനിൽ 1949 തന്നെ റൂൾ 061 പ്രകാരം ഇതിനെ അന്ന് അവർ നിരോധിച്ചു. നിങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നോക്കുക, ബുദ്ധിമാന്മാർ ഭരിക്കുന്ന മറ്റ് രാജ്യങ്ങളിലൊക്കെ എവിടങ്ങളിലൊക്കെ ഈ സംഗതി ഉണ്ട് എന്ന് നോക്കുക. ഇപ്പോൾ നമുക്കറിയാം, ചെങ്ങന്നൂറുകാരായ ദമ്പതികൾ ഓസ്ട്രേലിയയിൽ നിന്നിപ്പോൾ ജയിലിൽ കിടക്കണം. കാരണം അവരുടെ മകൾക്ക് തൊലിപ്പുറത്തുള്ള അണുബാധ ബയോഡർമ എക്സിമ വന്നപ്പോഴത്തേക്കും ചികിത്സ എഴുതി കൊടുത്തു. ഇവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുക്കാതെ ഹോമിയോ കൊടുത്ത് കുഞ്ഞ് മരിച്ചുപോയി. ഒരു പൗരൻ്റെ ജീവൻ അങ്ങേറ്റം വില കൽപ്പിക്കുന്ന ഭരണകൂടങ്ങളുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇങ്ങനൊരു സംഭവമില്ല. പിന്നെ ചില സെലിബ്രിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കായിക താരത്തിന് വലിയൊരു ബൗദ്ധിക നിലവാരം ഇല്ല.
അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മൾ സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതാണ്, അവർക്ക് ബൗദ്ധിക നിലവാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ല. അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ പുറകെ നടക്കുമ്പോഴത്തേക്കും അവരെ മാധ്യമങ്ങൾ പൊക്കി കാണിച്ചിട്ട് ഇത് എന്തോ സംഭവമാണെന്ന് പറയാറുണ്ട്. ലോകത്ത് നിങ്ങൾ എടുത്തു നോക്കുക, എത്ര രാജ്യങ്ങളിൽ, ഇന്ത്യയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹോമിയോ ഫിസിഷ്യൻസ് ഉള്ളത്. അപ്പോൾ അവർ പഠിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഔഷധ വിജ്ഞാനി എന്ന് പറയുന്ന സാധനം ഒഴിച്ച് ബാക്കിയെല്ലാം അനാറ്റമി, ഫിസിയോളജി, അതായത് ശരീരധർമ്മശാസ്ത്രം, നമ്മൾ ശരീരം കീറിമുറിച്ച് പഠിക്കുക, ഇതെല്ലാം സയൻസിൻ്റെ പുസ്തകങ്ങളാണ് ഇവർ പഠിക്കുന്നത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ആൻറ്റിബയോട്ടിക്സ് ഉൾപ്പെടെയുള്ള നമ്മൾ സയൻസ് ശരിക്കും കൊടുക്കുന്ന സാധനങ്ങൾ ഇവർ പഠിക്കാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഹോമിയോ ക്ലിനിക്കിൽ ചെന്ന് നോക്കുക, അവിടെ ഇരിക്കുന്നവർ കൊടുക്കുന്ന മരുന്ന് എന്തൊക്കെയാണ്? ചൂട് വന്നാൽ അവരെന്താ കൊടുക്കുന്നത്? ഈ പാരസിറ്റമോളും ഈ അമോക്സിൻ പോലുള്ള സാധനങ്ങൾ തന്നെയാണ് അവർ കൊടുക്കുന്നത്. അല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളത് പോയി കാണുക, മാധ്യമപ്രവർത്തകർക്ക് അത് ചെയ്യാൻ പറ്റും. അല്ല, ഇത് ഇവിടെ നമ്മൾ ഇടപെടേണ്ടി വരും. ഇദ്ദേഹം പറയുന്നത് അങ്ങനെ കൊടുക്കുന്നവരുണ്ടാകും, പക്ഷേ ക്വാളിഫൈഡ് ആയ ഒരു ഹോമിയോപ്പതി ഡോക്ടർ അത് കൊടുക്കില്ല. ഈ വൈദ്യശാസ്ത്രം വരുന്നതിന് മുമ്പേ അൺക്വാളിഫൈഡ് ആയ ഒട്ടനവധി പ്രാക്ടീഷണേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവർ ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് മനുഷ്യൻ്റെ ശരീരഘടന അറിയില്ല, അനാട്ടമി അറിയില്ല, ഫിസിയോളജി അറിയില്ല. അവർ ഇപ്പോൾ ഇഷ്ടംപോലെ അലോപ്പതി ഡോക്ടർമാർ LA52 എഴുതുന്നുണ്ടല്ലോ, ആയുർവേദം മരുന്നല്ലേ, സെപ്റ്റിലിൻ എഴുതുന്നില്ലേ, അത് എഴുതാവോ? ഇഷ്ടംപോലെ ആയുർവേദ. നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പ് നോക്കി, ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൽ അവിടെ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദ മരുന്നും ലഭിക്കുന്ന എഴുതി വെച്ചത് പങ്കജകസ്തൂരി, ഇഷ്ടംപോലെ ആളുകൾ എഴുതുന്നുണ്ട്, അലോപ്പതി ഡോക്ടർമാർ എഴുതുന്നുണ്ട്. അപ്പോൾ അതെല്ലാ മേഖലയിലും ഉണ്ട്, ഇവിടെ മാത്രമല്ല. പക്ഷേ ക്വാളിഫൈഡ് ആയ ഒരു ഹോമിയോപ്പതി ഡോക്ടറും ഒരു കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടർ, അതായത് ഹോമിയോപ്പതി മെഡിക്കൽ ഡിഗ്രിയുള്ള ഒരാളും അലോപ്പതി മരുന്ന് കൊടുക്കില്ല. കാരണം ഈ മരുന്നുകളുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വൈദ്യശാസ്ത്രം ഉണ്ടാവുന്നത് തന്നെ. പിന്നെ ആ മരുന്നിനോട് പോകേണ്ട കാര്യമല്ലല്ലോ തിരിച്ച്. സോവിയറ്റ് റഷ്യയിൽ അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു, അമേരിക്കയിൽ അത് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഉള്ള രാജ്യങ്ങളുണ്ട്, ഉള്ള രാജ്യങ്ങളുടെ അവസ്ഥ പരിശോധിക്കട്ടെ. ജർമ്മനിയിൽ പോലും ഇല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും കൂടുതലുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും അധികം ആരോഗ്യരംഗത്ത് ഒരു മോഡലായി മാറുന്നത്. ഒരു ഭരണകൂടത്തെ തന്നെ വിലയ്ക്ക് വാങ്ങാൻ കെൽപ്പുള്ളതാണ് ഡ്രഗ് ലോബി, മൾട്ടിനാഷണൽ ഡ്രഗ് ലോബികൾ. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ അജണ്ട, ഏത് രാജ്യത്തെ ആരോഗ്യ നയം തീരുമാനിക്കുന്നത് അവരാണ്. ഇത്ര വാക്സിൻ, ഇത്ര ഡോസ്, ഇത്ര 5 വർഷം കൊടുത്താൽ ഈ പോളിയോ റാഡിക്കേറ്റ് ചെയ്യാവുന്ന അലോപ്പതി വൈദ്യശാസ്ത്രത്തിന് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? ഇപ്പോഴും നിർത്താൻ സാധിക്കുന്നില്ല? എന്തെങ്കിലും കണക്കുണ്ടോ? ഏറ്റവും കൂടുതൽ ഡെങ്കി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലാണ്. ഇവിടെ അത്രയും സാക്ഷരത ഉണ്ട്, അത്രയും ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ട്. കേരളത്തിൽ വരുന്നു. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ നല്ലൊരു റെയിൽവേ സ്റ്റേഷനോ നല്ലൊരു ബസ് സ്റ്റേഷനോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ കേരളത്തിൽ 3 അന്തർദേശീയ വിമാനത്താവളങ്ങളുണ്ട്. ഈ ചിക്കൻ ഗുനിയ ഉണ്ടാകുന്ന ഈ കൊതുകുകളൊന്നും പണ്ട് നമ്മൾ പഠിച്ചിരുന്ന ക്യൂലെക്സ് അല്ലെങ്കിൽ അനോഫിലസ് 2 കൊതുകുകളെ പറ്റിയാണ് നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിച്ചിരുന്നത്. പിന്നീടാണ് നമ്മൾ ഈഡിസ് ഈജിപ്റ്റി തുടങ്ങിയ പേരുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഒരു കൊതുകിനൊരു വിമാനത്തിലേക്ക് കയറി ഇവിടെ വരാൻ വലിയ താമസമൊന്നും വേണ്ട. പക്ഷേ അതിനെ വളർത്താൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഓടകൾ എറണാകുളത്തൊക്കെ ചെന്ന് നോക്കൂ, കൊതുക് പെരുകുവാനായിട്ടുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആധുനിക വൈദ്യത്തിൻ്റെ കുഴപ്പമില്ല, അത് മലയാളിയുടെ ഭോഗാലസതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന മറുപടിയാണ്. BNT ഹോസ്പിറ്റൽസ് എല്ലാ ജില്ലകളിലും വരുന്നു, നേരത്തെ ഇല്ലായിരുന്നു. അപ്പോൾ കണ്ണാശുപത്രികൾ ചെയിനാണ് വരുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഓരോ അവയവത്തിനും സർജറി ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ച് ആളുകളെ പിഴിയാനുള്ള സംവിധാനമാണ്. ഒരിക്കലും പറഞ്ഞാൽ ഇയർ, നോസ്, ത്രോട്ട്, ചെവി, തൊണ്ട, മൂക്ക്, നമുക്ക് മുച്ചിറി പോലെയുള്ള അല്ലെങ്കിൽ മുറിയെണ്ണാക്ക് പോലുള്ള ഒരുപാട് വൈകല്യങ്ങളുണ്ട് അല്ലേ? ഇതിനെയൊക്കെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് നമ്മളൊരു ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ആശുപത്രികളുടെ എണ്ണം കൂടുന്നതിനെ ഒരു പിഴവായിട്ടാണോ കാണേണ്ടത്? അതൊരു നേട്ടമായിട്ടല്ലേ? അല്ല, അതിനേക്കാൾ ചെലവ് കുറഞ്ഞതും കൂടുതൽ സങ്കീർണമല്ലാത്ത ചികിത്സാ സമ്പ്രദായങ്ങളുള്ളപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തല്ലേ വേണ്ടത്? അല്ല, അത് ശാസ്ത്രീയമല്ല എന്ന വാദം അത് ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇതിന് സ്വീകാര്യത കൂടുന്നത്. എന്തുകൊണ്ടാണ് ഹോമിയോപ്പതിക്കെതിരെ ഇങ്ങനെ ഒരു വാദം വരുന്നത്? ഇത് ജനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടല്ലേ? ഇതിന് ഫലപ്രാപ്തി ഉള്ളത് കൊണ്ടല്ലേ? ഈ ഹോമിയോപ്പതി ഡോക്ടറെ അടുത്തും ചികിത്സകൻ്റെ അടുത്തും ആരും പോയിട്ടില്ലെങ്കിൽ ഇതിനെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഈ ഇത്രയും ചിലവ്, ഒരു ഒരു പനിക്കാലം വരുമ്പം അവരുടെ മരുന്ന് ഇത്ര ചിലവാകുന്നില്ലെങ്കിൽ അവർ ശ്രദ്ധിക്കും. ഇത്രയും ആളുകൾ എവിടെയാണ് പോകുന്നത്? പനി ഇവിടെ ഉണ്ട്, സത്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ഈ വിഹിതം കിട്ടിയിട്ടില്ല, അപ്പോൾ അതവിടെ പോകുന്നു. അപ്പോൾ അത് മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളിൽ പോകുന്നു. ഇതൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, കമ്പനികൾ വാച്ച് ചെയ്യുന്നു. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ഇപ്പോൾ ഹോമിയോപ്പതി ഫലവത്താണെന്ന് എന്തെങ്കിലും ഒരു നിഗമനം വന്നാൽ അതിനെതിരെ ആദ്യം പുറത്ത് വരിക അലോപ്പതി ഡോക്ടർമാരല്ല, മരുന്ന് കമ്പനികളാണ് വരിക. ഇത് അടിസ്ഥാനമില്ലാത്ത ശാസ്ത്രമാണ്, ഇത്തരം വാദങ്ങളൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല എന്നൊരു നിലപാട് തന്നെയാണോ താങ്കൾക്ക് ഇപ്പോൾ? സയൻസിൻ്റെ എല്ലാവിധ രീതിശാസ്ത്രം മെത്തഡോളജിയിലൂടെ നമ്മളൊരു കാര്യം നോക്കുമ്പോൾ അതിനോടൊന്നും അനുകൂലിക്കാതെ 17-ാം നൂറ്റാണ്ടിൽ ഒരു വ്യക്തിക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണ, അതിൽ മൂന്നാമത്തെ അവരുടെ സംഗതി നിറ മയാസങ്ങളാണ്. രോഗാണുക്കളൊന്നും അല്ല ഉണ്ടാകുന്നത്. സോറ, സിഫിലിസ്, സൈക്കസിസ് എന്നീ 3 മയാസങ്ങളിലൂടെയാണ് രോഗം ഉണ്ടാകുന്നതാണ് അവർ പറയുന്നത്. സയൻസ് അങ്ങനെയല്ല പറയുന്നത്. രോഗാണുക്കളുണ്ട്, അവശ്യ മൂലങ്ങളുടെ കുറവുണ്ട്, ജനിതക രോഗങ്ങളുണ്ട്, അന്തസ്രാവി ഗ്രന്ഥികൾ തകരാറുണ്ട്, അങ്ങനെ നിരവധി കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സയൻസിൻ്റെ രീതിശാസ്ത്രങ്ങളോടൊന്നും പൊരുത്തപ്പെടാതെ ഒരുപാട് ആൾക്കാരെ രോഗപ്രതിരോധ കുത്തിവയ്പ്പിൽ നിന്ന് പുറകോട്ട് വലിക്കുക, അതല്ലെങ്കിൽ ശരിയായ ചികിത്സ കൊടുക്കുന്നതിൽ നിന്ന് വൈകിച്ചിട്ട് അവസാനം
ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തു എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് മാത്രമാണ് സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ അതിനെ എതിർക്കുന്നത്. അത് തന്നെയാണ് ബുദ്ധിയുള്ള ഭരണകൂടങ്ങൾ ഒരു കാര്യം കൂടെ, ശരിയായ ചികിത്സാ രീതിയിൽ നിന്ന് പിന്നാക്കം വലിക്കുകയാണ് ചെയ്യുന്നത് എന്ന ആരോപണം ഒരിക്കലുമല്ല. കാരണം ഇത് ശാസ്ത്രമാണ്, ശാസ്ത്രീയമായ പിൻബലം ഇതിനുണ്ട്. ഇതിൻ്റെ ഉത്ഭവം ശാസ്ത്രീയ പിൻബലത്തോടു കൂടി തന്നെയാണ്. ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ശാസ്ത്രീയ പരീക്ഷണങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? സയൻസിന് വലുതാവാൻ വേണ്ടിയല്ലല്ലോ, മനുഷ്യന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സയൻസിന് വലിയ നേട്ടം നേടാൻ വേണ്ടിയിട്ടല്ലല്ലോ സയൻസ്. അപ്പോൾ അത് മനുഷ്യന് വേണ്ടിയുള്ള. ഡോക്ടർ പ്രശോഭ് കുമാർ, ഡോക്ടർ അഗസ്റ്റസ് മോറിസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ആധുനിക വൈദ്യശാസ്ത്രവും ഹോമിയോപ്പതിയും അത് തമ്മിലുള്ള സംവാദമാണ് നടന്നത്. ഈ സംവാദം കാലങ്ങളായി തുടരുന്നു, ഇനിയും ശക്തമായി തുടരുക തന്നെ ചെയ്യും എന്നാണ് രണ്ടുപേരും പറഞ്ഞു വെക്കുന്നതും. ഹോട്ട് ടോക്കിൽ ഒരു പുതിയ വിഷയവുമായി അടുത്ത ആഴ്ച കാണാം.